എടി മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ എന്നോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടുവൊന്നുമില്ല, അമ്മ കാര്യം പറ. നീ ഇങ്ങോട്ട് നോക്ക്. നോക്കി, ഇനി പറ. അല്ല, ആ ഐശ്വര്യക്ക് വേറെ ഇഷ്ടക്കേടൊന്നും കാണില്ലായിരിക്കും അല്ലേ? വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ആ കൊച്ചിനെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ. അവൾക്കിനി പ്രണവിനെ ബോധ്യപ്പെട്ടാതെ വരുമോ? എന്റെ അമ്മേ, ആദ്യം പ്രണവ് ചെന്ന് ഏറ്റവും കുറഞ്ഞത് ഒന്ന് ഇഷ്ടമാണെന്ന് ഐശ്വര്യയോട് പറയട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം. എന്റെ പേടി അതല്ല, ഈ ശിവാനിയുടെ കാര്യം അറിയുമ്പോ ഐശ്വര്യ ചിലപ്പോ ഒന്നും മടിക്കും. ബാക്കി കാര്യങ്ങളിലൊക്കെ എന്റെ മോനെ ഓക്കെയാ. ഒരു അത്യാവശ്യ കാര്യം പറയുമ്പോ കുന്ത കയറി അടിച്ചോളൂ. ആ, എന്റെ അമ്മയാ വിളിക്കുന്നത്. അയ്യോ സോറി, എടുത്തോ. ഹലോ അമ്മേ. നിധി, പ്രണവ് രാവിലെ അമ്പലത്തിലെങ്ങാനും പോയോ? പോയല്ലോ. അത് അമ്മ എങ്ങനെ അറിഞ്ഞു? ഏത് അമ്പലത്തിലേക്കാ പോയിരിക്കുന്നത്? കോട്ടയിൽ കുന്ന് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണോ? അതേലോ. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവൻ വിളിച്ചോ? മോളെ, എങ്കിൽ കുഴപ്പമാണ്. ഇവിടെ ശിവാനി അതേ അമ്പലത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്താ എന്താ മോളെ പ്രശ്നം? നിക്കമ്മേ പറയാം. ഹലോ. പ്രണവിനെ അമ്പലത്തിൽ ചെന്ന് കണ്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാ അവള് പോയിരിക്കുന്നത്. രേണുകയോട് അവള് പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ, അത് കുഴപ്പമാവുമല്ലോ. മോളെ, ശിവാനി ഒരിക്കലും അമ്പലത്തിൽ വെച്ച് പ്രണവിനെ കാണരുത്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ മോള് പെട്ടെന്ന് ചെയ്യണം. ശരി അമ്മേ.